നിങ്ങൾ ആരെങ്കിലും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒട്ടും വൈകിട്ടില്ല. ദിസ് ഇസ് ദ പെർഫെക്റ്റ് ടൈം ടു സ്റ്റാർട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ ആളുകൾക്കുള്ള ഡൗട്ടാണല്ലേ, എന്തിനാണ് യൂട്യൂബ്? നമുക്ക് വേറെ ജോലിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ യൂട്യൂബിൽ എന്തിനാണ് ഞങ്ങൾ ഒരു ചാനൽ തുടങ്ങണത്? അതിൻ്റെ ആവശ്യം എന്താ? എന്ത് ബെനിഫിറ്റാണ് അതിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളത്. സോ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ഇവോൾവിങ് പ്ലാറ്റ്ഫോമാണ് വേർ വി ക്യാൻ ഏൺ മണി. ഒരു 9 to 5 ജോലി ചെയ്യുന്ന ആളുകളെക്കാളും അല്ലെങ്കിൽ പല ജോലികളെക്കാളും ഒരുപാട് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്നുള്ളത്. സോ ഫിനാൻഷ്യലി ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് യൂട്യൂബ്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ പാഷൻ, നമ്മളുടെ ചില ആളുകൾക്ക് പല പല സ്വപ്നങ്ങൾ കാണും അല്ലേ. എനിക്ക് ഡാൻസർ ആവണം, എനിക്ക് പാട്ടുകാരനാവണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ പാഷൻസ് ഉള്ളവരുണ്ട്. പക്ഷേ വീട്ടുകാർ പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് വേറെ ജോലിക്ക് ചേർന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവരുടെ പാഷൻ എക്സ്പ്രസ് ചെയ്യാനും ഷോക്കേസ് ചെയ്യാനും പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ബ്രാൻഡായി മാറുകയാണ്, നമ്മൾ പോലെ അറിയണം, നമ്മളൊരു ബ്രാൻഡായി മാറുകയാണ് യൂട്യൂബിലൂടെ. ബിക്കോസ് ഇപ്പം നമുക്ക് കുറേ അധികം ഒരു വൈഡർ ഓഡിയൻസിനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും യൂട്യൂബിലൂടെ അല്ലേ. നമ്മളെ കാണുന്ന, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അത്രയും ആൾക്കാരും നമ്മുടെ ഓഡിയൻസ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് സെല് ചെയ്യാം, നമുക്കൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താ പറയുക, നമുക്കൊരു ടാർഗറ്റഡ് ഓഡിയൻസിനെ കിട്ടുകയാണ്, ഒരു വൈഡർ റീച്ച് കിട്ടുകയാണ് നമ്മളൊരു ബ്രാൻഡായി മാറുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് യൂട്യൂബിൽ ത്രൂ നമുക്ക് സെയിൽസ് നടത്താം, ബിസിനസ് നടത്താം. അങ്ങനെ പിന്നെന്താ, കൊളാബറേഷൻസ്, ഒരുപാട് ബ്രാൻഡ് നമ്മളെ ചൂസ് ചെയ്യാണ് അവരുടെ പ്രൊഡക്ട്സ് സെല് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്യേണ്ട കുറേയധികം പോയിൻറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് നീഷ്. നമ്മൾ എന്ത് ടോപ്പിക്കിലാണ്, എന്ത് മേഖലയിലാണ് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടത്. അതിപ്പോൾ ബ്യൂട്ടി വ്ളോഗർ ആവാം, ട്രാവൽ വ്ളോഗർ ആവാം, പിന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ്, ടെക്ക്, ഇങ്ങനെ പല നീഷസ് ഉണ്ട്. അപ്പോൾ ഏത് വേണം, നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ഇടുന്നതാണ്, ലോങ് വീഡിയോസോ ഷോർട്ട് വീഡിയോസ്. ഇപ്പോൾ ഷോർട്ട് വീഡിയോസ് ആകുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകും, കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അല്ലേ. ലോങ് വീഡിയോസ് തന്നെ കുറച്ച് ടാസ്ക്കാണ്, ലെങ്ത് കൂടുന്തോറും നമുക്ക് എഡിറ്റ് ചെയ്യാനും അത് തമ്മിലും അങ്ങനെ കുറേ അധികം ചടങ്ങുകളുണ്ട്. പിന്നെ നമ്മൾ കണ്ടന്റ് കുറേ നേരം സംസാരിക്കും. ഇതിനൊന്നും സമയമില്ലാത്തവരാണെങ്കിൽ ഷോർട്ട് വീഡിയോസിൽ സ്റ്റാർട്ട് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ലോങ് വീഡിയോസ് ആണെങ്കിൽ സമയമുണ്ട്, കംഫർട്ടബിൾ ആണെങ്കിൽ അതിൽ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വണ്ണാണ്, എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് കോഴ്സ് നമുക്കൊരു നല്ല ഫോൺ ഉണ്ടായിരിക്കണം, നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഉള്ള, ഒരു ഡീസൻറ്റ് ക്വാളിറ്റി ഉള്ളൊരു ഫോൺ ഉണ്ടായിരിക്കണം. ഒരുപാട് ഐഫോൺ തന്നെ വേണം സ്റ്റാർട്ട് ചെയ്യാനൊന്നും ഒരു നിർബന്ധമില്ല. നമ്മുടെ ക്യാമറയ്ക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് ക്ലാരിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഇപ്പം യൂട്യൂബും ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മേഖലയിലാണ്. കാരണം ഒരുപാട് പുതിയ പുതിയ ചാനൽസ് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ്റിന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി സ്പെഷ്യലി അല്ലെങ്കിൽ യുണീക്കായിട്ട് ഉണ്ടായിരിക്കണം അല്ലേ. സോ അതുകൊണ്ട് നല്ലൊരു ക്യാമറ ക്വാളിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എല്ലാവരുടെയും പ്രശ്നമാണ്, റിംഗ് ലൈറ്റ് ആണോ നാച്ചുറൽ ലൈറ്റ് ആണോ, അതിനൊന്നും പൈസ ഇല്ലാതൊക്കെ ഇതിനൊക്കെ ചിലവാക്കണ്ടേ എന്നൊക്കെ കുറേ ഡൗട്ട്സ് ഉള്ളവരുണ്ട്. ഞാൻ നാച്ചുറൽ ലൈറ്റിലാണ് ചെയ്യാറ്. നല്ല സൂര്യൻ്റെ വെട്ടം വരുമ്പോൾ നമ്മൾ ഇരുന്നങ്ങ് ചെയ്യുക. എനിക്കതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. പക്ഷേ എൻ്റെ റിംഗ് ലൈറ്റും ഉണ്ട്, പക്ഷേ ഞാനത് എടുക്കാറില്ല. എനിക്ക് നാച്ചുറൽ ലൈറ്റാണ് കംഫർട്ടബിൾ. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ട് ഒരുപാട് ടൂൾസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ ഒരു എയിം വെക്കുക. ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് ഏൺ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മേടിക്കുന്നു. ട്രൈപോഡ്, റിംഗ് ലൈറ്റ്, അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും എനിക്ക് ഏണിങ്സ് കിട്ടാൻ തുടങ്ങുമ്പോൾ ഞാൻ മേടിക്കുമെന്നുള്ളൊരു ഗോള് സെറ്റ് ചെയ്യുക, എന്നിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ ഉള്ളതാണ് എഡിറ്റിംഗ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പേടിക്കേണ്ട, എഡിറ്റിംഗ് അറിയില്ല, ഓക്കെ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന് ഇത് കേട്ടിട്ട് വെക്കുക എല്ലാവരും. കാരണം ഞാനും എഡിറ്റിൻ്റെ ഏഴൽവക്കം പോലും അറിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അറിയാം. ഒരുപാട് അങ്ങോട്ട് വളർന്നിട്ടില്ല, എന്നാലും ഞാൻ ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ്സ് പഠിച്ചത് ത്രൂ യൂട്യൂബാണ്. യൂട്യൂബിൽ ഒരുപാട് ഫ്രീ കോഴ്സസ് അവൈലബിൾ ആണ്, ഫ്രീ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കി പഠിക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ ഒരുപാട് പെയ്ഡ് ആയിട്ടുള്ളതൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഫ്രീ ട്യൂട്ടോറിയൽസ് ഒരു 5-6 കണ്ടാൽ തന്നെ നമുക്ക് കത്തും ഏകദേശം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ഒരുപാട് ഫ്രീ ആപ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ പെയ്ഡായിട്ട് ചെയ്യാൻ പൈസ ഇല്ലാത്തവരാണെങ്കിൽ ഫ്രീ ആപ്സ് അവൈലബിൾ ആണ്. ഇൻഷോട്ട് ഒരു നല്ല ആപ്പാണ്. ഞാൻ ഇൻഷോട്ടിലാണ് കൂടുതലും വീഡിയോസ് എഡിറ്റ് ചെയ്യാറ്. പിന്നെ ക്യാപ്കട്ട്, ഇത് രണ്ടാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യാറ്. പിന്നെ തംബ്നെയിൽ എഡിറ്റിംഗ് കേട്ടോ, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തംബ്നെയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാൻവ, പിക്സാർട്ട്, ഇൻഷോട്ട്, ഈ 3ലാണ് ഞാൻ തംബ്നെയിൽ എഡിറ്റ് ചെയ്യുന്നത്. ഫ്രീ ടൂൾസാണ്. നിങ്ങൾ കുറച്ചധികം യൂട്യൂബ് വീഡിയോസ് ട്യൂട്ടോറിയൽസ് കാണുക, എന്നിട്ട് പോയി ആപ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിനകത്തുനിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. 2 തവണയൊക്കെ പൊട്ടയായിരിക്കും, പക്ഷേ പിന്നെ ആകുമ്പോഴത്തേക്കും എല്ലാം റെഡിയാവും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്റ്റ് സെറ്റപ്പ്. എല്ലാവരുടെയും പ്രശ്നമാണ് പെർഫെക്റ്റ് ബാക്ക്ഗ്രൗണ്ട്, പെർഫെക്റ്റ് ക്യാമറ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ടൈം വരുമ്പോൾ ഞാൻ ചെയ്യും എന്ന് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ. ഇന്നൊന്നും ഒരു പെർഫെക്റ്റ് ടൈം വരില്ല. സോ എനിക്ക് എപ്പോഴും ഒരു പ്രശ്നമുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എനിക്ക് എൻ്റെ റൂമിൽ, എൻ്റെ വീട്ടിൽ എവിടെ പോയിരുന്നാലും ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ബിക്കോസ് ഇതൊരു പഴയ കൈൻഡ് ഓഫ് വീടാണ്. ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുക. അപ്പോൾ ഇനി വേറൊരു ഓപ്ഷൻ ഇല്ല, വേറെ എവിടെയും പോയി ഇരുന്ന് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല.
എന്നാൽ ഉള്ള സ്ഥലമാണെങ്കിൽ കുറച്ച് മെസ്സിയാണ് താനും. എന്ന് വെച്ചാൽ മാറ്റാൻ പറ്റാത്ത പല ഇതാണ്. എനിക്ക് ഈ റൂമിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാൻ പറ്റില്ല, അത്രയും കുഞ്ഞു റൂമുമാണ്. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട്, ഞാൻ ആദ്യമേ സ്ട്രെസ്ഡ് ആയിരുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വീഡിയോ ചെയ്യണ്ടാലേ, ആൾക്കാർ അങ്ങനെയൊക്കെ പറയും, അതുകൊണ്ട് വേണ്ട വീഡിയോസ് ഒന്നും ചെയ്യേണ്ടെന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ ചെയ്തു. അതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ ഇത് എനിക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അതിൻ്റെ ഓരോ ക്രിറ്റിസിസം എനിക്കിപ്പോഴും വരുന്നുണ്ട്, ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് ശരിയാക്കും, ബാക്ക്ഗ്രൗണ്ട് എന്തെങ്ങനെയാണെന്ന് ചോദിച്ചിട്ട്. എന്നാലും ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാതെ ചെയ്യുന്നതിന് കാരണം എനിക്കറിയാം എനിക്കിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അല്ല എന്നുള്ളത്. എൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷൻസ് ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാണ്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പെർഫെക്റ്റ് ടൈം അല്ലെങ്കിൽ പെർഫെക്റ്റ് സെറ്റപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും ചെയ്യാൻ നടക്കത്തില്ല. സോ ഉള്ള ഡീസൻറ്റ് ക്യാമറ, ഒരു നല്ലൊരു ക്യാമറ ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, നിങ്ങൾക്ക് പറയാനുള്ള കഴിവും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ഇത്ര നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാലും, ഇത്ര ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാകും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് സംഭവിച്ചത്. എനിക്കിതിന് മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിൽ ഞാൻ ആൺലിപ് ചങ്ങാതിക്കും വല്ലപ്പോഴും തോന്നുമ്പോൾ ചുമ്മാ ജസ്റ്റ് കാഷ്വലായിട്ടൊരു വീഡിയോ ഇടും, അത്രേ ഉള്ളൂ. ഞാൻ എഫോർട്ടൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ 3-4 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്നത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാസത്തിൽ 4 വീഡിയോ എങ്കിലും ഇടുന്നുണ്ട്. അത് ഞാൻ ഉറപ്പ് വരുത്തും, മാസത്തിൽ 4 വീഡിയോ ഇടണം എന്നുള്ളത് മസ്റ്റാണ്. 4 കുറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്ന് ചെയ്യാൻ തുടങ്ങിയോ അന്ന് എൻ്റെ ചാനൽ ഗ്രോത്ത് ഉണ്ടാകാൻ ഞാൻ കണ്ടു, നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് നിങ്ങൾ വീഡിയോസ് ഇടുന്നതെങ്കിൽ എത്ര കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും, അത് ഉറപ്പാണ്. വീക്ക്ലി വൺസ് വെച്ച് ഇടുക നോക്കുക മാക്സിമം. പക്ഷേ അതിൽ വീക്ക്ലി 2 വെച്ച് ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ നല്ലൊരു ട്രൈപോഡ്, ഇതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നിങ്ങളൊരു ബിഗിനേഴ്സാണ്, നിങ്ങൾക്ക് ട്രൈപോഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ജനാലയുടെ, ഞാൻ ജനാലയുടെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ഫോൺ വെച്ചിരിക്കുന്നത്, അങ്ങനെ വെച്ചിട്ട് സൺലൈറ്റിൻ്റെ വെട്ടത്തിൽ എടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ വെറുതെ ക്യാഷ്വലായിട്ട്, ആദ്യമൊന്നും വലിയ എഡിറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്യാഷ്വലായിട്ട് ഇടുന്ന വീഡിയോസിനൊക്കെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ റിട്ടൻഷൻ റേറ്റ് ഭയങ്കര കുറവായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, എൻ്റെ വീഡിയോയുടെ ലെങ്ത് ഭയങ്കര കൂടുതലാണ്. അത് ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീഡിയോ എൻഗേജിങ് അല്ല. ഇപ്പോൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കണ്ടൻ്റ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് എൻഗേജ് ചെയ്യാൻ നോക്കുക മാക്സിമം. അത് ടെക്സ്റ്റ്, ഇമേജസ്, മൂവിങ് വീഡിയോസ്, പിന്നെ സൂം ആൻഡ് ട്രാൻസിഷൻ, അങ്ങനെ കുറേ ഉണ്ട്, സൗണ്ട് എഫക്ട്സ്, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ വീഡിയോസ് കുറച്ചും കൂടെ എൻഗേജിങ് ആക്കാൻ നോക്കുക. എന്നാലേ ആൾക്കാർ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ കാണാൻ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ബോറടിച്ചിട്ട് ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. സോ അതൊന്ന് എക്സ്ട്രാ ടിപ്പാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എല്ലാവരുടെയും ഒരു മേജർ ഇഷ്യൂ ആണ്, നാട്ടുകാരെന്ത് പറയും, കൂട്ടുകാർ കളിയാക്കും. എനിക്കറിയാവുന്ന കുറച്ചധികം പിള്ളേരുണ്ട്, അവർക്കൊക്കെ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ചോദിക്കും, ഇതെങ്ങനെയാണ് ചേച്ചി വീഡിയോ ചെയ്യുന്നത്, ഇങ്ങനെ ഇത്ര കോൺഫിഡൻസ് ആയിരുന്നു. ആർക്കും ഫസ്റ്റ് എല്ലാം അറിഞ്ഞ് വരുന്നവരല്ല, എല്ലാ ജന്മനെ എല്ലാവരും പഠിച്ചിറങ്ങി വരുന്നവരൊന്നും അല്ലല്ലോ. നമ്മൾ പതുക്കെ എല്ലാം പഠിക്കണതല്ലേ. അപ്പം കോൺഫിഡൻസ് ആണെങ്കിൽ, ഇപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ കോൺഫിഡൻസ് ഇല്ലാത്തവരാണെങ്കിൽ 10-20 വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് കംഫർട്ടബിൾ ആയി കഴിയുമ്പോൾ നിങ്ങളൊരു മെയിൻ വീഡിയോ ചെയ്യുക. അതുവരെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ അതുവരെ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞ് നോക്ക്, പറഞ്ഞ് ശരിയാവുള്ളൂ. ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് ശീലിച്ചാലേ അത് കോൺഫിഡൻസ് കിട്ടുള്ളൂ. പിന്നെ കൂട്ടുകാർ കളിയാക്കുമെന്ന് പറഞ്ഞ് ഒത്തിരി പേര് ചെയ്യാതിരിക്കുന്നുണ്ട് വീഡിയോസ്. അവരോട് ഞാൻ എന്താ പറയുക, എനിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫസ്റ്റ് തുടക്കത്തിലൊക്കെ കൂട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ അറിയാവുന്നവരൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അയ്യോ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും. ആക്ച്വലി ഞാൻ നല്ല വീഡിയോസാണ് ചെയ്യുന്നതെങ്കിൽ പോലും എനിക്ക് ടെൻഷനാണ്. അവരെന്ത് വിചാരിക്കും, അവരെന്നെ ഇങ്ങനെയൊക്കെ വിചാരിക്കൂ, അവർക്ക് ഇഷ്ടപ്പെടുമോ, കൊള്ളാമോ, ഇങ്ങനെ പല നാട്ടുകാരെന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, അവർ കളിയാക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ പിന്നീട് ഞാൻ തീരുമാനിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ ലക്ഷ്യമാണ്, എൻ്റെ പാഷനാണിത്. എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ലക്ഷ്യമുണ്ട്. എനിക്ക് പണ്ട് തൊട്ടേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ഓരോന്ന് പറയാമെന്നുള്ളത്. അപ്പോൾ എനിക്കൊരു ഗോളുണ്ട്. ആ ഗോളിലോട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്യാൻ റെഡിയാണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. അത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇരുന്ന് പറയാൻ മാത്രമേ അറിയുള്ളൂ, അല്ലേ? അവന്മാർക്കൊക്കെ ഇരുന്ന് പറയാൻ മാത്രമേ അറിയത്തുള്ളൂ, ചെയ്ത് കാണിക്കാൻ അറിയത്തില്ല. നമുക്ക് ചെയ്ത് കാണിക്കാൻ അറിയാം. അതാണ് അവർ നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ്. അവർക്ക് ഇങ്ങനെ ഇരുന്നിട്ട്, മനസ്സിലായോ, പറയാൻ മാത്രമുള്ള, കളിയാക്കാനും ഭയങ്കര കഴിവായിരിക്കും. പക്ഷേ നമ്മളെപ്പോലെ ഇങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ള കോൺഫിഡൻസ് അവർക്കുണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, പറയുന്നവരിന്ന് പറയത്തേ ഉള്ളൂ. അവരെ നോക്കിക്കൊണ്ടിരുന്ന നമ്മൾ ജീവിതകാലം മൊത്തം ഒന്നും ചെയ്യില്ല. നാട്ടുകാരെ നോക്കിക്കൊണ്ടിരുന്ന ഒന്നും ചെയ്യില്ല. അത് കുറേ കാലം ഞാൻ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ഇനിയെങ്കിലും ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം. നിങ്ങൾക്കിത് പാഷനാണോ, നിങ്ങളുടെ ഡ്രീമാണോ, ചെയ്യുക. പിന്നെ എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമാണ് കമ്പയർ ചെയ്യുക. ബാക്കി 100 വീഡിയോ ചെയ്തവനെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളൂ, പക്ഷെ നമ്മൾ 100ാമത്തെ വീഡിയോ ചെയ്തവനുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്.
അവരും സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. എല്ലാവരും, അവരെന്ന് മാത്രമല്ല എല്ലാവരും സീറോ വ്യൂസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് അവർ 100ാമത്തെ വീഡിയോസിലാണ് അവർ ഇത്രയും സക്സസ് ആയത്. അപ്പം നമ്മളും അങ്ങനെ തന്നെ ചെയ്യുക. കമ്പയർ ചെയ്യാൻ പോകരുത്. കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിമോട്ടിവേഷനാണ്. അയ്യോ എനിക്ക് ഇത്രേ ഉള്ളല്ലോ, എനിക്ക് ഇത്രേ ഉള്ളല്ലോ. 500 പേര് നിങ്ങളുടെ വീഡിയോ കണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ ഫ്രണ്ടിൽ 500 പേരിരുന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, ശരിക്കും റിയാലിറ്റിയിൽ അതുപോലെയാണ് നിങ്ങളുടെ വീഡിയോ 500 പേര് കണ്ടതെന്ന് പറയുന്നത്. 500 ആണെങ്കിലും 10 പേരാണെങ്കിലും ആ 10 പേർക്ക് വേണ്ടിയെങ്കിലും ചെയ്യുക. അതാണ് മോട്ടിവേഷൻ. അങ്ങനെ വേണം നമ്മൾ മോട്ടിവേറ്റഡ് ആവുക. എന്നെ ഒരു 10 പേരെങ്കിലും കണ്ടല്ലോ, ആരും കാണാതിരുന്നില്ലല്ലോ, പോട്ടെ 500 പേരെങ്കിലും കണ്ടല്ലോ. പക്ഷെ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എന്താ, എനിക്ക് 1000 പേരായില്ലല്ലോ, എനിക്ക് 20,000 പേരായില്ലല്ലോ. എപ്പോഴും ബാക്കിയുള്ളവൻ്റെ 1,00,000 വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, അവരും 500ലാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ അവരും 0യിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും കഴിഞ്ഞിട്ടാണ് അവർക്ക് 1,00,000 അടിച്ചത്. സോ ഡോണ്ട് കമ്പയർ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.